ഹായ് വെൽക്കം ബാക്ക് ടു ഡി ഷെഫ് ഫുഡീസ് കുക്കിംഗ് റെസിപ്പീസ്. ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഹസ്ബൻഡിന് ഇലക്ഷൻ ഡ്യൂട്ടി ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇന്ന് പോയിക്കാണ്. ഒരു 5 മണിയായപ്പോൾ പോയിട്ടുണ്ട് വോട്ട് എണ്ണാൻ വേണ്ടിയിട്ട്. ഫോൺ ചെയ്യാനൊന്നും പാടില്ല, അങ്ങനെ ഭയങ്കര സ്ട്രിക്റ്റ് റൂളൊക്കെയാണ്. എല്ലാവരുടെ പോലെ തന്നെ ന്യൂസ് വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഏകദേശം കാലത്ത് 8 മണി ആയിട്ടുണ്ട്. ന്യൂസ് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ റിസൾട്ടുകളൊന്നും ആയി തുടങ്ങിയിട്ടില്ല. അപ്പോൾ ഞാനും മോനും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു എഗ് നൂഡിൽസ് ആണ് ഇന്ന് തയ്യാറാക്കുന്നത്. നൂഡിൽസ് എല്ലാവർക്കും തയ്യാറാക്കാൻ അറിയായിരിക്കും, എങ്കിലും എഗ് നൂഡിൽസ് ഞാൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് 2 എഗ് എടുത്തിട്ടുണ്ട്. എഗ്ഗിൻ്റെ എണ്ണം കുറയരുതെങ്കിലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ ഒരു ചെറിയ പാക്കറ്റിലുള്ള മാഗി നൂഡിൽസാണ് എടുത്തിരിക്കുന്നത്. ഇത് ഉപ്പ്, പിന്നെ ഗരം മസാലയുടെ പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ മാഗി നൂഡിൽസിൻ്റെ മസാല പാക്കറ്റുകളുണ്ട്. പിന്നെ ഞാനിവിടെ കുറച്ച് ക്യാരറ്റും കുറച്ച് ബീൻസും അരിഞ്ഞെടുത്തിട്ടുണ്ട്. മറ്റൊരു കാര്യം, എനിക്ക് ഒരിക്കലും 2 മിനിറ്റിൽ മാഗി ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല ഇതുവരെ. നിങ്ങൾക്ക് ആർക്കെങ്കിലും പറ്റിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അതുപോലെ അവർ പറയുന്ന നൂഡിൽസിൻ്റെ കവറിൽ പറയുന്ന അത്രയും വെള്ളം എടുത്താൽ എനിക്കതെന്തോ വേവാത്ത പോലെയൊക്കെ തോന്നും. അപ്പോൾ ഞാനിവിടെ 2 കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് നൂഡിൽസ് ഉണ്ടാക്കാം. എൻ്റെ മോനിപ്പോൾ എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. അവനുണ്ടെങ്കിൽ അങ്ങനെ വീഡിയോ പിടിക്കലൊന്നും നടക്കില്ല. ജ്യൂസാ വേണ്ടത്? കാലത്ത് തന്നെയാ? കാലത്ത് തന്നെ ജ്യൂസ് കുടിക്കാൻ പറ്റില്ല. ഇതൊക്കെ കാലത്ത് തന്നെ പാല് കുടിക്കണം. ജ്യൂസ് കുടിക്കാൻ പറ്റില്ല, പാല് കുടിക്കണം കാലത്ത്. നമുക്ക് പല്ല് തേച്ചിട്ടേ പാല് കുടിച്ചാം. പാല് എടുക്കാൻ പറ്റൂല. ഇതൊക്കെ വലിയ കുട്ടിയായി. അതാ കൊള്ളി വറുത്തത് മമ്മയ്ക്ക് തരുമോ? വേണ്ട, കഴിച്ചോ ഗുബോയ്. അപ്പോൾ നൂഡിൽസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നെയ്യ് ഉണ്ടെങ്കിൽ നെയ്യ് ഒഴിക്കുക, അല്ലെങ്കിൽ ഒരല്പം വെളിച്ചെണ്ണ ഒഴിക്കാം. ഈ വെളിച്ചെണ്ണയിലോട്ട് നമുക്ക് ക്യാരറ്റും ബീൻസും ചേർത്ത് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ഇതിലോട്ട് ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇനി ഒന്ന് നല്ലപോലെ ചൂടാക്കിയെടുക്കാം. അപ്പോൾ ചൂടാവുന്നതിനനുസരിച്ച് ക്യാരറ്റൊക്കെ ചെറുതായി ചുങ്ങി വരും. ഈ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് ചെയ്തെടുക്കാം. ക്യാരറ്റൊക്കെ ഇപ്പോൾ നല്ലപോലെ ചെറുതായി വന്നിട്ടുണ്ട്, നന്നായി വാടി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇതൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് അതേ പാനിൽ തന്നെ മുട്ട ഒന്ന് ചിക്കി പൊരിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ മുട്ടയിലോട്ട് ഗരം മസാലപ്പൊടി ചേർക്കാം. ഞാൻ വേറെ ഒന്നും ചേർക്കണില്ല. ഗരം മസാലപ്പൊടി അല്ലെങ്കിൽ പിന്നെ ഞാൻ ചേർക്കുന്നത് കുരുമുളകിൻ്റെ പൊടിയാണ്. ഇനി ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ക്യാരറ്റും ബീൻസും ചൂടാക്കിയ അതേ പാനിൽ തന്നെ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ആവശ്യം ഉണ്ടാവുള്ളൂ. നമ്മൾ നേരത്തെ ഇത് ചൂടാക്കിയതിൻ്റെ വെളിച്ചെണ്ണ അതിലുണ്ടാവും, അല്ലെങ്കിൽ നെയ്യ് അതിലുണ്ടാവും. അപ്പോൾ ഇതിലോട്ട് നമുക്കിനി മുട്ട ഒഴിച്ച് കൊടുക്കാം. കുരുമുളക് പൊടിയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് കുരുമുളക് പൊടിയും ഉപ്പും മാത്രം ഇട്ട് പൊരിച്ചെടുക്കാം, അല്ലെങ്കിൽ ഈ ഗരം മസാല ഇട്ടിട്ടൊന്ന് പൊരിച്ച് വെക്കാം. അപ്പോൾ അതും നല്ല ടേസ്റ്റി ആയിരിക്കും. പാന് ഒരുവിധം ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മുട്ട ഒഴിച്ച് കൊടുക്കാം. എഗ്ഗ് ഇങ്ങനെ ചെറിയ കഷ്ണമാക്കിയിട്ട് ചിക്കി പൊരിച്ച പോലെ എടുത്തിട്ടുണ്ട്. ഇനി ഇതും നമുക്ക് മാറ്റി വയ്ക്കാം. ഇതേ പാനിലോട്ട് എടുത്തു വെച്ചിരുന്ന 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 2 കപ്പിലും ഒരല്പം കുറവാണ്. അത് നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നൂഡിൽസ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എപ്പോഴും ഹൈ ഫ്ലെയിമിൽ വേണം നൂഡിൽസ് ചെയ്യാൻ. ലോ ഫ്ലെയിമിലിട്ട് ചെയ്യാൻ പാടില്ല. അപ്പോൾ തീ അത്യാവശ്യം കൂട്ടി തന്നെ വെക്കുക. വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് മാഗിയിൽ കിട്ടുന്ന അവരുടെ മസാല പാക്കറ്റ് ചേർക്കാം. വെള്ളം തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ അടിയിൽ ഇങ്ങനെ ഒരു വൈറ്റ് ഷെയ്ഡ് ഉണ്ടാവും. അത് നമ്മൾ ഇതിൽ എഗ്ഗ് പൊരിച്ച കാരണമാണ് ആ ഷെയ്ഡ് വരുന്നത്. അത് കുഴപ്പമില്ല, അതൊന്നിങ്ങനെ വേണമെങ്കിൽ ഇളക്കി വിട്ടാൽ മതി. വെള്ളപ്പോൾ ഒരുവിധം തിളച്ചിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് മാഗിയുടെ മസാല ചേർത്ത് കൊടുക്കാം. നൂഡിൽസ് ഇട്ടതിന് ശേഷം ചേർക്കുമ്പോൾ അതത്ര അങ്ങോട്ട് എല്ലായിടത്തേക്കും എത്തില്ല. അപ്പോൾ മസാല ഇപ്പോൾ ചേർത്ത് കൊടുത്തു. ഞാനെടുത്തതിൽ 2 പാക്കറ്റാണുള്ളത്. അപ്പോൾ രണ്ടാമത്തെ പാക്കറ്റിൽ ഒരല്പം മാത്രം ബാക്കി വെക്കണം. നമുക്ക് അവസാനം ഒന്ന് മേലെ വിതറി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ബാക്കിയൊക്കെ ഞാനിതിൽ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് നൂഡിൽസ് ചേർക്കാം. നൂഡിൽസ് നല്ല നീളത്തിൽ കിട്ടണമെങ്കിൽ ഇങ്ങനെ തന്നെ മുറിച്ചിടണം, അല്ലെങ്കിൽ നീളം അധികം വേണ്ടാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ടാലും മതി.
ഭാഗം ഒന്ന് നല്ലപോലെ അതിൽ മുക്കി കൊടുക്കാം. തീ ലോ ഫ്ലെയിമിൽ ഇടരുത്, ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് വേണം നൂഡിൽസ് തയ്യാറാക്കാൻ. അപ്പോൾ ഇലക്ഷൻ്റെ ന്യൂസ് അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ന്യൂസ് ചാനലും ഇപ്പോൾ മത്സരിച്ച് റിസൾട്ട് പബ്ലിഷ് ചെയ്യാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ഇടയ്ക്കൊന്ന് ഫോർക്ക് വെച്ചിട്ട് സൂക്ഷിച്ച് വേണം, പാൻമ തൊടാണ്ട് തന്നെ ഇതൊക്കെ ഒന്ന് അഴിച്ചു കൊടുക്കുക. ഒന്നിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതെല്ലാം ഒന്ന് വിട്ട് കിട്ടും. അപ്പോൾ പെട്ടെന്ന് വേവും ചെയ്യും. പാനുമ്മ കൊള്ളാണ്ട് ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. എടുത്തിട്ട് ഒന്ന് അനക്കി കൊടുക്കുക എല്ലാ ഭാഗം. അപ്പോൾ ഞാനെടുത്ത വെള്ളം എനിക്ക് കറക്റ്റായിട്ടാണ് തോന്നണത്. അപ്പോൾ മാഗിയുടെ പാക്കറ്റിൽ എഴുതുന്ന അളവ് വെള്ളം എടുത്തിട്ടുണ്ടെങ്കിൽ ശരിക്കും വേവില്ല എന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലാക്കണത്. അപ്പോൾ നിങ്ങൾക്ക് ശരിയായിട്ട് വരുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. മാഗിയുടെ പാക്കറ്റിൽ എഴുതിയേക്കണ ആ സമയവും അതിലെ വെള്ളത്തിൻ്റെ അളവും എനിക്ക് സെറ്റായിട്ട് വന്നിട്ടില്ല ഇതുവരെ. അപ്പം ഞാൻ കൂടുതൽ വെള്ളം എടുത്തിട്ട് തന്നെയാണ് ചെയ്യാറുള്ളത്. പിന്നെ ഇതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാപ്സിക്കം ഒക്കെ ചേർക്കാവുന്നതാണ്. അപ്പം അതൊന്നും ഇവിടെ ഇല്ലാത്ത കാരണം ഉള്ളത് വെച്ചിട്ട് നമ്മൾ തയ്യാറാക്കുകയാണ്. കുട്ടികൾക്കൊക്കെ നൂഡിൽസ് ഇഷ്ടമാണ്. അപ്പോൾ കൂടുതലും നൂഡിൽസിൽ വെജിറ്റബിൾസ് ചേർക്കാൻ നോക്കുക, അല്ലെങ്കിൽ എഗ് നൂഡിൽസ് ആയിട്ട് തയ്യാറാക്കുക. അതൊക്കെയാണ് നല്ലത്. വെറുതെ നൂഡിൽസ് വെള്ളത്തിൽ തിളപ്പിച്ചിട്ട് കൊടുക്കണേക്കാളും അതിൻ്റെ കൂടെ കുറച്ചും കൂടി ഹെൽത്തി ആയിട്ടുള്ള വെജിറ്റബിൾസും കൂടെ ആഡ് ചെയ്താൽ അതാണ് കൂടുതൽ നല്ലത്. ഇപ്പോൾ വെള്ളമൊക്കെ ഏകദേശം വറ്റി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കുറച്ചൊന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് നമ്മുടെ എഗ്ഗും ക്യാരറ്റും ബീൻസും ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. കുറച്ച് ചേർത്തൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം പിന്നെ ബാക്കി ചേർക്കാം. അങ്ങനെ കുറേശ്ശെയായിട്ട് ചേർത്ത് മിക്സ് ചെയ്താലാണ് നന്നായിട്ടിത് യോജിപ്പിച്ചെടുക്കാൻ പറ്റുള്ളൂ. കാരണം ഇത് നൂല് പോലെയാണല്ലോ ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് തിരിച്ചിടാനൊക്കെ എളുപ്പമായിരിക്കും. അങ്ങനെ നമ്മുടെ വെജിറ്റബിൾസും എഗ്ഗും മുഴുവൻ ചേർത്തിട്ടുണ്ട്. പിന്നെ നെയ്യാണ് ഉപയോഗിക്കണമെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ വെള്ളമൊക്കെ കറക്റ്റ് സമയത്താണ് വറ്റിയിരിക്കുന്നത്. നമ്മൾ വെജിറ്റബിൾസും എഗ്ഗൊക്കെ ചേർക്കുമ്പോഴേക്കും വെള്ളം വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് മാഗിയുടെ മസാല കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അതൊന്ന് വിതറി കൊടുക്കാം. ഇലക്ഷൻ്റെ റിസൾട്ട് എല്ലാ ചാനലുകാരും വാദിച്ച് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനും എൻ്റെ മോനും കൂടെ നൂഡിൽസും തിന്ന് ഇലക്ഷൻ്റെ ന്യൂസ് കാണാൻ പോവാണ്. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല ആവി പറക്കണ എഗ് നൂഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നൂഡിൽസ് തിന്നാൻ പ്രയാസമാണെന്ന് ഞാൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെ എടുത്ത് ഭയങ്കര പ്രയാസമാണ്. നമ്മൾ സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ തിരിച്ച് ഇതിൽ ചുറ്റിച്ചിട്ട് വേണം. ഇങ്ങനെ എടുക്കുമ്പോൾ എളുപ്പമാണ് കഴിക്കാൻ. ഇപ്പോൾ ഇവിടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് UDF 20 സീറ്റും കിട്ടിയിട്ട് നിൽക്കുകയാണ്. ഇനിയും ചിലപ്പോൾ മറിയാവുന്നതേ ഉള്ളൂ. എന്നിപ്പോൾ ഹസ്ബൻഡ് നേരത്തെ തന്നെ വോട്ടെണ്ണാൻ പോയ കാരണം പാല് മേടിക്കാൻ പറ്റിയിട്ടില്ല. അപ്പം ഞാനിപ്പോൾ ഇന്ന് ഗ്രീൻ ടീ ആണ് കുടിക്കണത്. ലെമണും തേനും ചേർത്തിട്ട് ഗ്രീൻ ടീ തയ്യാറാക്കണത് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അതാണ് ഞാനിന്ന് ഇവിടെ കുടിക്കണത്. കൈ കൊണ്ട് ബായ് പറഞ്ഞേ. ബായ്.